നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാക് അധീന കാശ്മീരിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അത് ഇന്ത്യ ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ സെറാംപൂരിലെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഏറെ പ്രശ്നബാധിതരായ പ്രദേശമായിരുന്നു കാശ്മീർ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കാശ്മീർ സമാധാനം പുനർസൃഷ്ടിച്ചു. ഇപ്പോൾ പാക് അധീന കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾക്ക് നമ്മളെല്ലാവരും സാക്ഷിയാകുന്നു. ആദ്യം സ്വാതന്ത്ര്യത്തിനായുള്ള മുദ്രാവാക്യങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നുകൊണ്ടിരുന്ന കാശ്മീരിൽ നിന്നാണ്. ഇപ്പോൾ അതേ മുദ്രാവാക്യങ്ങൾ POKയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. ആദ്യം കാശ്മീരിലാണ് കല്ലേറ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നടക്കുന്നത് POKയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. POK ഏറ്റെടുക്കണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കാത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മണിശങ്കർ അയ്യരെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ POK ഏറ്റെടുക്കണമെന്ന ആവശ്യത്തെ എതിർക്കുന്നു. എന്നാൽ POK ഇന്ത്യയുടെ ഭാഗമാണെന്നും അത് ഇന്ത്യ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് തനിക്ക് അവരോടും പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾക്കും അവഗണനയ്ക്കുമെതിരെ പാക് അധീന കാശ്മീരിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. കടുത്ത അടിച്ചമർത്തൽ നേരിടുന്ന അവിടുത്തെ ജനങ്ങളിൽ ഏറെയും പങ്ക് ഇന്ത്യയിൽ ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പാക് അധീന കാശ്മീരിലെ തെരുവുകൾ ഇപ്പോൾ ഇന്ത്യ അനുകൂല പ്രകടനങ്ങൾ കൊണ്ട് നിറയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാന്റെ ദുർഭരണത്തിൽ നിന്നും മോചനം വേണമെന്നാണ് പാക് അധീന കാശ്മീരിലെ ഓരോരുത്തരും ഉറക്കെ വിളിച്ചു പറയുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന പ്രതിഷേധകരെ സൈന്യത്തെ വിന്യസിപ്പിച്ചാണ് സർക്കാർ അടിച്ചമർത്തുന്നത്. വിലക്കയറ്റത്തിനിടെ സർക്കാർ ചുമത്തിയ കൊള്ള നികുതിയാണ് ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചതും. പ്രതിഷേധങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി പ്രക്ഷോഭം ഇല്ലാതാക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളിലായി പാക് അധീന കാശ്മീരിൽ അരങ്ങേറുന്ന പ്രതിഷേധ പരമ്പരകളുടെ ബാക്കിയെന്നോണം ജമ്മു കാശ്മീർ ജോയിന്റ് ആവാമി അധ്യക്ഷൻ കമ്മിറ്റിയുടെ നിരവധി നേതാക്കളെ ഭരണകൂടം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് റെയ്ഡ് നടത്തിയായിരുന്നു അടിച്ചമർത്തൽ. പാക് അധീന കാശ്മീരിലെ സമാനി, സെൻഹ, മീൻപൂർ, റാവൽകോട്ട്, ബുഖേരത്ത എന്നീ മേഖലകളിലായാണ് പ്രതിഷേധങ്ങൾ തുടരുന്നത്. പ്രതിഷേധങ്ങളിൽ ഉടനീളം ഉയരുന്നത് ഇന്ത്യ അനുകൂല പോസ്റ്ററുകളും ബാനറുകളുമാണ്. ജമ്മു കാശ്മീരിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ഥിരതയും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വികസനവുമാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. വരും ദിവസങ്ങളിൽ മേഖലയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന ആശങ്കയിലാണ് പാക് ഭരണകൂടമുള്ളത്.